ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMGയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനവും ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ വരും ദിവസങ്ങളിൽ ബ്രോഡായിട്ട് പറഞ്ഞാൽ സ്ട്രാറ്റജി 3 ആയിട്ടാണ്. 1 കണ്ടെയ്ൻമെന്റ്, വനത്തിൽ തന്നെ കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടിയാണ്. 2 മിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ആഘാതം കുറയ്ക്കാൻ, പുറത്തോട്ട് വരുമ്പോൾ ആഘാതം കുറയ്ക്കും. എന്നിട്ടും പുറത്തോട്ട് വരുവാണെങ്കിൽ കോമ്പൻസേഷൻ സമയബന്ധിതമായി കൊടുക്കാൻ ഈ 3 ഇതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാളെ എല്ലാ കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ Kerala.kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83 രൂപ 9 പൈസയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യ അതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ
സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോട് ഒരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും 10 വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഇന്ന് വരെയാണ് കിറ്റ് ലഭ്യമാകുക. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ ആണ് 850 രൂപയ്ക്ക് പ്രത്യേക കിറ്റായി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29-ന് 2ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98ാം ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 മെയ് 26-ന് കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ 1 മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി K മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയം ഉണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അക്കരെ നടപ്പന്തലിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു നിർവഹിച്ചു. 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽച്ചുരം ബോയ്സ് ടൗൺ ചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ പേരിയ നെടുമ്പോയിൽ വഴി കടന്നു പോകണം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10-ന് നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407-ലും നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565-ഉം പവന് 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ, അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ.
രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.